ഇന്ന് ഞാൻ മാന്തൽ മീൻ കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. മുളകിട്ട മാന്തൽ മീൻ കറി. അതിനായി വൃത്തിയാക്കിയ 3 മാന്തൽ ഇത് നമുക്ക് കട്ട് ചെയ്ത് പീസാക്കണം. 3 നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു 12 ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക്, 2 ചെറിയ തക്കാളി, 2 തണ്ട് കറിവേപ്പില, പിഴുപുളി ചൂടുവെള്ളത്തിൽ കുതിർത്തത്, മസാലപ്പൊടികൾ: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ചില സ്ഥലങ്ങളിൽ ഈ മാന്തലിന് നങ്ങു ഫിഷ് എന്നും പറയും. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് ഇതിനെ പറയുന്നത്. മാന്തൽ മുളകിട്ട മീൻകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. മാന്തൽ നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. മാന്തലെല്ലാം പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാത്രം ചൂടാകട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവയും. തീ കുറച്ച് വയ്ക്കാം. കടുക് നന്നായി പൊട്ടണം. പൊട്ടിയ ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നല്ലപോലെ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം. അതിനുശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 3 പച്ചമുളക് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇപ്പം ചേർക്കാം. ബാക്കി ലാസ്റ്റ് ചേർക്കാം. ഈ സമയത്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് വരളിട്ട് പെട്ടെന്ന് വരളാനായി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ബാക്കി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് വരളിട്ട് ചെറിയ സിമ്മിലിട്ട് വഴറ്റാം. എല്ലാം ഒരുവിധം വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി ചേർക്കാം.
തക്കാളി എല്ലാം കിടന്നൊന്ന് വഴലട്ടെ. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. പാത്രം തുറന്ന് നോക്കുക. തക്കാളിയും ഉള്ളിയെല്ലാം നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നവരെ അത് മിക്സ് ചെയ്യുക. പച്ചമണം എല്ലാം മാറി എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങും. നമുക്ക് അതിനേരം ഇതിലേക്ക് 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കും. എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യും. അടച്ചു വയ്ക്കും. പാത്രം തുറന്ന് നോക്കുക. എല്ലാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കാം. എല്ലാം കൂടെ ഒന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് മീൻ ചേർക്കാം. പാത്രം തുറന്ന് നോക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് മീൻ ചേർക്കാം. നന്നായി ഈ സമയം ഉപ്പ് നോക്കാം. കറി ഒന്ന് ചുറ്റിച്ചിട്ട് ഉപ്പ് നോക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇതിന് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. കറി ചുറ്റിച്ചിട്ട് അടച്ചു വെച്ച് ഒരു 6 തൊട്ട് 10 മിനിറ്റ് വരെ വേവിക്കാം. ഇത് ചെറിയ മീനായതുകൊണ്ട് ഈ മീൻ പെട്ടെന്ന് വേകും. ചെറിയ സിമ്മിലിട്ട് വേവിക്കാം. തുറന്ന് നോക്കാം. കറിയൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. സമയം കുറച്ച് കറിവേപ്പില വിതറാം. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുള്ളായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണേൻ്റെ മുകളിൽ ഒഴിക്കും. എന്നിട്ട് അടച്ച് വയ്ക്കാം. കറി ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. പാത്രം തുറന്ന് നോക്കാം. കറിയെല്ലാം വറ്റി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം.
മാന്തൽ മുളകിട്ടത് റെഡി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.